Hi friends, എല്ലാവർക്കും AV Coffeeയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഐസ് വെച്ചുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൂട്ടുകാർ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കയ്യിൽ നിന്നാണ്ട് കുറേ ഐസ് ക്യൂബ്സ് ഒരു ടാങ്കിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വാട്ടർ, നമ്മുടെ നോർമൽ ടെമ്പറേച്ചറുള്ള വാട്ടറാണ്, അതുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, NaCl സോഡിയം ക്ലോറൈഡ് ആണ്, അതുണ്ട്. പിന്നെ ഒരു കോട്ടൺ ഫൈബറാണ് നമുക്ക് വേണ്ടത്. ഇതുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. അപ്പോൾ കൂട്ടുകാർ, ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഐസിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി. ഓക്കെ, ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ നൂല് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ നൂല് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നൂല് നമ്മൾ ഐസിൻ്റെ മണ്ടയ്ക്കോട്ട് ഇടുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പ്, സോഡിയം ക്ലോറൈഡ് ഇതിൻ്റെ മുകളിലേക്ക്, ഐസിൻ്റെ നമ്മൾ ടോയ് നൂല് എവിടെയാണ് വീണത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറുക. കണ്ടില്ലേ? ഇതേപോലെ കൂട്ടുകാരെ വിതറിയാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞു തരികയും ചെയ്യുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, നമ്മുടെ ഐസിൻ്റെ മുകളിലേക്ക് നമ്മൾ സോഡിയം ക്ലോറൈഡ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു പരിപാടിയുണ്ട്. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഒരു മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം ഇതിൻ്റെ റിസൾട്ട് എന്താണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം റിസൾട്ട് എന്താ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. കൂട്ടുകാരെ, ഇത് കണ്ടോ? ഐസെല്ലാം കൂട്ടുകാരെ പൊട്ടിപ്പോയി. ഐസ് നമ്മുടെ ടോയിനുമായിട്ട് ജോയിൻ ആയി പോയിരിക്കുന്നു. ഇത് കണ്ടില്ലേ? ഇപ്പോൾ 3-4 ഉണ്ട്, പക്ഷേ ബോണ്ടിന് അത്രയും കട്ടിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പൊട്ടിപ്പോയത്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഐസ് വാട്ടറും കൂടെ മിക്സ് ചെയ്യാൻ നമ്മൾ വെച്ചിരുന്നത്. അതിലേക്ക് ഒരു കോട്ടൺ നൂല് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് സോഡിയം ക്ലോറൈഡ് ഇടുമ്പോൾ H2O ആണ് വാട്ടറിൻ്റെ ഫോമില എന്ന് പറഞ്ഞാൽ. അപ്പോൾ H2O ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഐസിൻ്റെ സോഡിയം ക്ലോറൈഡുമായിട്ട് ഫോം ചെയ്ത് അവിടെ ഒരു പുതിയ ബോണ്ടിങ് ആണ് ഉണ്ടാകുന്നത്. ഇതാണ് ഇവിടുത്തെ കാരണം എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് എല്ലാ ഐസിനും പറ്റുമായിരുന്നു, പക്ഷേ ഈ ബോണ്ടിങ് അത്ര അതായത് പെട്ടെന്നാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ബോണ്ടിങ് അത്ര കട്ടിയില്ല. എന്നാലും ബോണ്ടിങ് ശരിയാണ്. നമ്മുടെ എക്സ്പെരിമെൻറ്റിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബോണ്ടിങ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഐസ് റെഡ്യൂസ് ചെയ്തിട്ട് H2Oയിലെ ഐസ് റെഡ്യൂസ് ചെയ്തിട്ട് ആ സോഡിയം ക്ലോറൈഡ് ഇടുമ്പോൾ ആ ഐസ് റെഡ്യൂസ് ചെയ്ത് അതിനകത്തോട്ട് നമ്മുടെ നൂല് കയറുകയും സോഡിയം ക്ലോറൈഡിൻ്റെ ബോണ്ടിങ് ഫോർമേഷൻ വരികയും ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ എൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കമൻറ്റ് ദയവായി കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ ഇനി ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.